ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ആർക്കാനിക്സ്. മക്കളെ, ഇലക്ട്രോ കെമിസ്ട്രി ഏറ്റവും ടഫായിട്ടുള്ള ചാപ്റ്റർ ആണ്. അതിലെ മുഴുവൻ 1 മാർക്ക് ക്വസ്റ്റിനും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ കിടക്കാം. ലെഡ് സ്റ്റോറേജ് സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് സ്റ്റേറ്റ്മെന്റ് അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിമ്പിൾ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്: ഇറ്റ് ഈസ് എ പ്രൈമറി സെൽ. ഒരിക്കലുമല്ല അല്ലേ. ലെഡ് സ്റ്റോറേജ് സെൽ ഈസ് എ സെക്കൻഡറി സെൽ. ലെഡ് സ്റ്റോറേജ് സെൽ ഒരിക്കലും പ്രൈമറി സെൽ അല്ല. ഇത് തന്നെയാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. അപ്പൊ ഇത് തന്നെയാണ് ഫോൾസ് സ്റ്റേറ്റ്മെന്റ്. സോ ലെഡ് സ്റ്റോറേജ് സെൽ ഈസ് എ secondary cell. Second, the cathode is made up of lead oxide. Cathode is made up of lead oxide ആണെന്ന് നിങ്ങൾക്കറിയാം. Anode made up of pure lead ആണെന്ന് അറിയാം. Okay, next question. The conductivity of an electrolytic conduction is used to conductivity. ഒരു electrolytic conductionന്റെ conductivity എന്ത് കാരണം? Movement of ions ആണ്. Conductivity of an electrolytic conduction. ഒരു electrolyte electricity pass ചെയ്യാൻ കാരണം, അതിന്റെ conductivity കാരണം movement of ions ആണ്. Yes, mobility of ions ആണ്. Next. In a fuel cell, which of the following can be utilized as fuel? Fuel cell എന്ന് പറഞ്ഞാൽ നമ്മൾ ആകെ ഒരു ഫ്യൂൽ സെല്ലെ പഠിക്കുന്നത്. ഏതാ ഫ്യൂൽ സെൽ? ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂൽ സെല്ല് മാത്രമേ പഠിക്കുന്നുള്ളൂ അല്ലേ. അതിൽ ഫ്യൂലായിട്ട് ഉപയോഗിക്കുന്ന ഒന്നിക്കൽ ഹൈഡ്രജനും ഓക്സിജനും ഫ്യൂൽ സെല്ലായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ നമ്മുടെ ഓപ്ഷനിൽ ആര് മാത്രമേ ഉള്ളൂ? ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് ടെമ്പറേച്ചർ? മോളാർ കണ്ടക്ടിവിറ്റി ലാംഡ എം ഈസ് ഇക്വൽ ടു 1000 K by molarity ആണ്. 1000 K by molarity. ഓക്കെ, ടെമ്പറേച്ചർ കൂടിയാൽ മൊളാരിറ്റി, ടെമ്പറേച്ചർ ഇൻക്രീസ്, ടെമ്പറേച്ചർ മൊളാരിറ്റി റിലേറ്റഡ് ആണ്. ടെമ്പറേച്ചർ കൂടുതൽ മൊളാരിറ്റി കുറയും. മൊളാരിറ്റി കൂടിയാൽ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. ലാംഡ എം ഇൻക്രീസ് വിത്ത് ടെമ്പറേച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് used in a dry cell as an electrolyte? dry cell ൽ ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്ന ആരാണ്? അമോണിയം ക്ലോറൈഡിന്റെയും സിങ്ക് ക്ലോറൈഡിന്റെയും പേസ്റ്റ് ആണ്. ഡ്രൈ സെൽ ഇലക്ട്രോലൈറ്റ് നമ്മൾ ഉപയോഗിക്കുക അമോണിയം ക്ലോറൈഡ് ആൻഡ് സിങ്ക് ക്ലോറൈഡ്, ZnCl2. റെഡി അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ദ സെൽ പൊട്ടൻഷ്യൽ ഓഫ് മെർക്കുറി സെൽ. മെർക്കുറി സെൽ അഥവാ ബട്ടൺ സെൽ. ബട്ടൺ സെല്ലിന്റെ വോൾട്ടേജ് എത്ര? 1.35 വോൾട്ട്. കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേ ഒരു സെല്ലാണ് ബട്ടൺ സെൽ. കോൺസ്റ്റന്റ് വോൾട്ടേജ് 1.35 വോൾട്ട് ആണ്. കോൺസ്റ്റന്റ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരേ ഒരു സെല്ലാണെന്ത്? ബട്ടൺ സെൽ എന്ന് പറയും. നെക്സ്റ്റ്, ഗിവ് വൺ എക്സാമ്പിൾ ഓഫ് പ്രൈമറി സെൽ. പ്രൈമറി സെല്ലിന് എക്സാമ്പിൾ ഏതാ? ഡ്രൈ സെൽ ഈസ് എ പ്രൈമറി സെൽ ഓർ മെർക്കുറി സെൽ ഈസ് എ പ്രൈമറി സെൽ. ഡ്രൈ സെല്ലും മെർക്കുറി സെല്ലൊക്കെ പ്രൈമറി സെല്ലുകളാണ്. നോൺ റീചാർജബിൾ സെൽ, റീചാർജ് ചെയ്യാൻ പറ്റാത്ത സെല്ലുകളാണ് പ്രൈമറി സെല്ലുകൾ. യെസ്. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസിങ് സാൾട്ട് ബ്രിഡ്ജ് ഇൻ എ ഗാൽവനിക് സെൽ? ഗാൽവനിക് സെല്ലിൽ സാൾട്ട് ബ്രിഡ്ജ് ഉപയോഗിക്കാൻ കാരണം എന്താണ്? ഇറ്റ് ഹെൽപ്പ് us to maintain ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. രണ്ട് സൊല്യൂഷനെയും ന്യൂട്രൽ ആക്കി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ആരുടെ പർപ്പസ് ആണ്? സാൾട്ട് ബ്രിഡ്ജിന്റെ പർപ്പസ് ആണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which metal is used in a hydrogen electrode? What is the purpose of using it? ഹൈഡ്രജൻ ഇലക്ട്രോഡ് അഥവാ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിൽ ഏത് മെറ്റലാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾക്കറിയാം ഏത് മെറ്റലാ? പ്ലാറ്റിനം സ്ട്രിപ്പ് ആണല്ലേ. 1 മോളാർ HCl എന്ത് ഡിപ്പ് ചെയ്ത് വെക്കുക? പ്ലാറ്റിനം സ്ട്രിപ്പ് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇത് പ്ലാറ്റിനം ഹൈഡ്രജനെ അഡ്സോർബ് ചെയ്യും. യെസ്. നെക്സ്റ്റ് ഈസ് ഇൻ ഡ്രൈ സെൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് an electrolyte? ഡ്രൈ സെൽ ഇലക്ട്രോലൈറ്റ് ഉപയോഗിക്കുന്നത് അമോണിയം ക്ലോറൈഡിന്റെയും സിങ്ക് ക്ലോറൈഡിന്റെയും പേസ്റ്റ് ആണെന്ന് അറിയാം. Okay, zinc or copper which can displace hydrogen from dilute H2SO4? നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ചാപ്പ മെറ്റലിന് ഒരിക്കലും ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡ്. ചാപ്പ മെറ്റലിന് ഒരിക്കലും ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. സോ കോപ്പറിന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും? സിങ്ക് ക്യാൻ ഡിസ്പ്ലേസ്. ആർക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റൂല നിങ്ങൾ പഠിക്കാം. അപ്പൊ ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റുന്ന പഠിക്കാൻ എളുപ്പമല്ലേ? ആർക്ക്? ചാപ്പ, കോപ്പർ, മെർക്കുറി, സിൽവർ, പ്ലാറ്റിനം, ഗോൾഡിന് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റില്ല. ആർക്ക് ഡിസ്പ്ലേസ് ചെയ്യാൻ പറ്റും? സിങ്ക് ആൻഡ് ഡിസ്പ്ലേസ്. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, the limiting molar conductivity of weak electrolyte can be calculated. Molar conductivity at zero concentration or limiting molar conductivity calculate ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോ ഏതാണ്? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ലോ ആണ് കോളറേഷൻസ് ലോ. Molar conductivity of an electrolyte at zero concentration is the sum of molar ionic conductivity of cations and anions ആണ്. Sum of molar ionic conductivity of cations and anions at zero concentration.
That law is known as Kohler-Rash's law. The electrolyte used in lead storage cell electrolyte ആയിട്ട് ഉപയോഗിക്കുന്നത് 38% sulfuric acid solution ആണ്. The electrolyte used in lead storage cell is 38% sulfuric acid solution. Next question. Charge of 1 mole electron, ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് 96,500 കൂളും ആണ്. 96,500 കൂളും നമുക്ക് 1 ഫാരഡേ എന്ന് വിളിക്കാം. Charge of 1 mole electron is 96,500 coulomb. It is 1 Faraday. Next is, which of the following is a secondary cell? തന്നിരിക്കുന്ന ഏതാണ് secondary cell എന്നാണ്? Dry cell ആണോ, Lecland cell ആണോ, Mercury cell ആണോ? None of this. None of this ആണ്. ഇതിൽ ഒറ്റയൊന്നു പോലും secondary cell ഇല്ല. Secondary cell നമ്മൾ പഠിക്കുന്ന ഒരു എക്സാമ്പിൾ lead storage battery ആണ്. അപ്പോൾ നമ്മൾ ഇലക്ട്രോ കെമിസ്ട്രിയിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻ മുഴുവനും ചെറിയ സമയം കൊണ്ട് ഡിസ്കസ് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി, ഈസി ആയിട്ട് ഫുൾ മാർക്ക് അടിക്കാൻ പറ്റും. അപ്പോൾ ഓക്കെ ബൈ.